ഫിഫ വേൾഡ് കപ്പ് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഭയങ്കര ആവേശമുള്ള ഒരു ടൂർണമെൻ്റാണ്. നമ്മൾ ഒരിക്കലെങ്കിലും കാണണമെന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പ്ലെയേഴ്സും ടീമുകളൊക്കെ തമ്മിൽ മത്സരിക്കുന്ന ഒരു ടൂർണമെൻറ്റ്. ഈ തവണത്തെ ഫിഫ വേൾഡ് കപ്പിൽ കളിക്കുന്ന ഒരു പ്ലെയർ ഞാനായിട്ട് കുറേ തവണ സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾ അടുപ്പിച്ച് 5-6 ദിവസത്തോളം ചാറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു പ്ലെയർ ഈ ഫിഫ വേൾഡ് കപ്പിൽ കളിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ കഥ എന്താണെന്ന് വെച്ചാൽ 2016 സംഭവം. എൻ്റെ ഫാദർ ഒരിക്കൽ ഡൽഹിയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ പറഞ്ഞു, ഇന്ന് ഫ്ലൈറ്റിൽ ഭയങ്കര തിരക്കായിരുന്നു, ഏതൊക്കെയോ ടീമിൻ്റെ പ്ലേയേഴ്സ് ആണെന്ന് തോന്നുന്നു, ആരൊക്കെയോ ഫോട്ടോ എടുക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫാദറിന് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്ത അല്ലെങ്കിൽ തീരെ ശ്രദ്ധിക്കാത്ത രണ്ട് ഏരിയാസ്, ഒന്ന് സിനിമയും ഒന്ന് സ്പോർട്സുമാണ്. അപ്പോൾ അതിലൊന്നും മെയിൻ ആളുകളെ പുള്ളി നേരിട്ട് കണ്ടാൽ തിരിച്ചറിഞ്ഞോളന്നില്ല. അപ്പോൾ പുള്ളി ഞങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു സെൽഫി എടുത്ത് വെച്ചു. ഏതോ ഒരാൾ പുള്ളിയുടെ തൊട്ടടുത്ത് വന്നിരുന്നു. പുള്ളി അതിൻ്റെ ഒരു സെൽഫി എടുത്ത് വെച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾ കാണിച്ചു. ആ സെൽഫി ഞാനിപ്പോൾ ഇവിടെ ഇടാം. ഈ ഫോട്ടോയിൽ കാണുന്നത് ഡക്കൻ സ്നെയ്സൺ എന്ന് പറഞ്ഞ ഹെയ്തിയുടെ ഇന്റർനാഷണൽ ഫുട്ബോൾ പ്ലെയർ ആണ്. അന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ട്രൈക്കർ ആയിരുന്നു നെയ്സൺ. 2016 സീസൺ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ അറിയാം. 2016 പറഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പീക്ക് സീസൺ ആയിരുന്നു. അങ്ങനെ ഈ ഡക്കൻ സ്നെയ്സൺ ഇങ്ങനെ ഫോട്ടോ കാണിച്ചപ്പോൾ ഞാൻ ഡക്കൻ സ്നെയ്സന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തപ്പിപ്പോയി വെറുതെ സ്റ്റോറി നോക്കിയപ്പോൾ അതിൻ്റെ അത് വാപ്പയുടെ ഫോട്ടോ കിടക്കുന്നു. അത് പുള്ളിയുടെ സൈഡിൽ നിന്നുള്ള സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, പുള്ളി ഒരു ഫ്ലൈറ്റിൽ കയറുന്നു. അന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഫൈനലിലേക്ക് യോഗ്യത നേടിയിരിക്കുന്ന സമയമാണ്. അപ്പോൾ തിരിച്ച് കൊച്ചിയിലേക്ക് വരുന്ന സമയത്ത് ഫ്ലൈറ്റിൽ കയറുന്നു. ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്ന മുഴുവൻ മലയാളികളും പുള്ളിയുടെ കൂടെ അല്ലെങ്കിൽ ടീമിന്റെ കൂടെ ഫോട്ടോസ് എടുക്കുന്നു. ഒരാൾ മാത്രം, പുള്ളിയുടെ തൊട്ടടുത്ത സീറ്റിലിരിക്കുന്ന ഒരാൾ മാത്രം പുള്ളീനെ മൈൻഡ് ചെയ്യുന്നില്ല, ഒരു പ്ലേയേഴ്സിനെയും മൈൻഡ് ചെയ്യാതെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നു. അപ്പോൾ ആപ്പ് ഉറങ്ങുന്ന ഒരു ഫോട്ടോ എടുത്തിട്ട് ഡക്കൻ സ്നേസൺ ഒരു ചിരിക്കുന്ന സ്മൈലി എടുത്ത് പുള്ളിയുടെ സ്റ്റാറ്റസിൽ ഷെയർ ചെയ്യുന്നു. അങ്ങനെ ഞാൻ ഡക്കൻ സ്നേസന് മെസ്സേജ് അയക്കുന്നു, ഇതെന്റെ ഫാദർ ആണെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുന്നു. ആദ്യം പുള്ളി പേടിച്ചു, കാര്യം പെർമിഷൻ ഇല്ലാതെ ഒരാളുടെ ഫോട്ടോ പോസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ എന്തോ പ്രശ്നം ഉണ്ടാക്കാൻ ചെല്ലുന്നതെന്ന് വിചാരിച്ച് പുള്ളി സംസാരിച്ചു. പിന്നെ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു. അങ്ങനെ കുഴപ്പമൊന്നുമില്ല, ഞാനിങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളികളൊക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കുറേ നേരം പുള്ളി സംസാരിച്ചു. പുള്ളി കാണാൻ വരാറുണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ 2016 സീസൺ എന്നൊക്കെ പറഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫാൻഡം പീക്കിൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ കളികളൊക്കെ കാണാൻ പോകാറുണ്ട്. അങ്ങനെ പുള്ളി ഞങ്ങളെ ഒരു മാച്ച് കാണാൻ ഇൻവൈറ്റ് ചെയ്തു, ഫൈനൽ മാച്ച് കാണാൻ ഇൻവൈറ്റ് ചെയ്തു. ഫൈനൽ മാച്ച് കഴിഞ്ഞിട്ട് ടീം ബസിന്റെ അടുത്ത് വെയിറ്റ് ചെയ്യണം, പുള്ളി ഒഫീഷ്യൽ മാച്ച് ജേഴ്സി തരാന്നൊക്കെ നമുക്ക് ഓഫർ ചെയ്തു. പക്ഷെ ഞങ്ങൾ മാച്ച് കാണാൻ പോയി. പക്ഷെ ആ തിരക്കിൻ്റെ ഇടയ്ക്ക് നമ്മൾ പുള്ളിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാനൊന്നും നിന്നില്ല. ഞങ്ങൾ നേരെ ഫൈനൽ കഴിഞ്ഞ് തിരിച്ചു വന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് ആ ഫൈനൽ തോറ്റു. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചതിന് ശേഷം ഡക്കൻ സ്നേസൺ പല യൂറോപ്യൻ ടീമുകൾക്കും വേണ്ടി കളിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഹെയ്തി എന്ന രാജ്യത്തിന്റെ ഓൾ ടൈം ടോപ്പ് സ്കോറർ ആണ്. ഇത്തവണത്തെ വേൾഡ് കപ്പിൽ ഹെയ്തി ഉള്ളത് ബ്രസീലിന്റെ അതേ ഗ്രൂപ്പിലാണ്. നാളെ രാവിലെ ബ്രസീൽ വേഴ്സസ് ഹെയ്തി മാച്ചും ഉണ്ട്. ഡക്കൻ സ്നേസൺ സ്റ്റാർട്ട് ചെയ്യോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. കഴിഞ്ഞ മാച്ച് ഞാൻ ഹെയ്തിയുടെ കണ്ടിട്ടില്ല. അതിലും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. എന്നാലും നമ്മളോട് സംസാരിച്ചിട്ടുള്ള പ്ലെയർ സ്റ്റാർട്ട് ചെയ്താലും ഇല്ലെങ്കിലും ഇങ്ങനെ ഒരു വേൾഡ് സ്റ്റേജിൽ കളിക്കുന്നത് നമുക്കൊരു സന്തോഷമാണ്. ഇതുപോലെ നമ്മുടെ നാട്ടിലുള്ള പ്ലേയേഴ്സിനും അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഫുട്ബോൾ പ്ലേയേഴ്സിനും ഫിഫ വേൾഡ് കപ്പ് പോലെ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു വേൾഡ് സ്റ്റേജിൽ കളിക്കാനുള്ള അവസരം ഉണ്ടാവട്ടെ. വെറുതെ ഇങ്ങനെ ബ്രസീൽ വേഴ്സസ് ഹെയ്തി മാച്ച് ഷെഡ്യൂളൊക്കെ നോക്കിയപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി മൈൻഡിൽ വന്നപ്പോൾ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്താണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത തവണ കാണാം.